Hello, I am Vishnu Anil from Examits. Welcome back to our next topic, time and distance basic part. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടേംസ് ആണ്. അത് ഏതൊക്കെയാണ്? ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. ഓക്കെ, സോ എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ആ പോകുന്ന സ്ഥലത്തേക്കുള്ള ലെങ്ത് ഓഫ് പാത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ എനി ഒബ്ജക്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് പൊതുവെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 യൂണിറ്റുകൾ ഏതൊക്കെയാണ്? മീറ്റേഴ്സും കിലോമീറ്റേഴ്സിലുമാണ് പൊതുവെ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ടൈം. ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡ്യൂറേഷൻ ആണ്. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് എത്താൻ എടുക്കുന്ന ഒരു ഡ്യൂറേഷൻ. ആ ഡ്യൂറേഷനെ നമ്മൾ പൊതുവെ റെപ്രസെന്റ് ചെയ്യാറുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് അവേഴ്സിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, മിനിറ്റ്സിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, സെക്കൻഡ്സിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് സ്പീഡാണ്. ഓക്കെ, സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേറ്റ് അറ്റ് വിച്ച് എ ബോഡി ഓർ എൻ ഒബ്ജെക്ട് ട്രാവൽസ് ടു കവർ എ സർട്ടൺ ഡിസ്റ്റൻസ്. അതായത് ഒരു 1 hour ടൈം എടുക്കുകയാണെങ്കിൽ ആ 1 hourൽ ഈ പറയുന്ന ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പീഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്പീഡ് പൊതുവെ നമ്മൾ യൂണിറ്റ് ഏതൊക്കെയാ? കോമൺലി യൂസ് ചെയ്യുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്? കിലോമീറ്റർ പെർ അവറും മീറ്റർ പെർ സെക്കൻഡും ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലംസ് യൂസ് ചെയ്യുമ്പോൾ പ്രോബ്ലംസിൽ ഈ 2 യൂണിറ്റുകളും നമുക്ക് കാണാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസിൽ കിലോമീറ്റർ പെർ അവർ വെച്ചിട്ട് ചെയ്ത് കാണാൻ പറ്റും, ചില ക്വസ്റ്റ്യൻസിൽ മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് ചെയ്ത് കാണാൻ പറ്റും. സോ ഓപ്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് പ്രോബ്ലം എൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന്റെ മുന്നേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് പറയാം. അതായത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുമ്പോൾ ഇതിനൊന്നും കൂടെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. അതേതാണ്? ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അതേപോലെ തന്നെ നമുക്ക് ഡിസ്റ്റൻസിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ആ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ വരിക? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, സോ 3 ഇക്വേഷൻ ആണ്. ഒന്ന് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, പിന്നെ ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, പിന്നെ ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, ഇനി ഇത് ഒരു 3 കണ്ടീഷൻസ് ആണ്. അതായത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മളിപ്പോ സ്പീഡ് കോൺസ്റ്റന്റ് ആക്കി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും: ഡിസ്റ്റൻസ് കവേർഡ് ബൈ എൻ ഒബ്ജക്ട് എന്ന് പറയുന്നത് എപ്പോഴും പ്രൊപ്പോർഷണൽ ടു ടൈം ആയിരിക്കും. ഓക്കെ, അപ്പൊ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഒബ്ജക്ട് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ടൈം ആയിരിക്കും. അതേപോലെ നെക്സ്റ്റ് ടൈം കോൺസ്റ്റന്റ് ആക്കി നിർത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഒബ്ജക്ട് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ബേസിക് ആയിട്ടുള്ള സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഡിസ്റ്റൻസ് ആണ് കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്നതെങ്കിലോ സ്പീഡ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ടൈം ആണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് പറയാം? നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടൈം ആണെന്ന് പറയാം. എന്ത് പറയാം? സ്പീഡ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടൈം. അപ്പൊ ഒരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അവിടെ കൊടുക്കാം. അപ്പോ സ്പീഡ് പ്രപ്പോർഷണൽ ടു 1/ടൈം എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു ടേം ആണ്. ആ ടേമിന്റെ പേര് എന്ന് പറയുന്നത് റിലേറ്റീവ് സ്പീഡ് എന്നാണ്. റിലേറ്റീവ് സ്പീഡ്. ഓക്കെ, സോ റിലേറ്റീവ് സ്പീഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പീഡിനെ വേറൊരു സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഓക്കെ, ഒരു സ്പീഡിനെ വേറൊരു സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്പീഡിനെ വേറൊരു സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം: ഈ 2 ഒബ്ജക്റ്റുകളും ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണത് എന്നുള്ളത് നമുക്ക് അറിയണം. ചില സമയത്ത് ഈ 2 ഒബ്ജക്റ്റുകളും ഒരേ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക, ചില സമയത്ത് ഈ 2 ഒബ്ജക്റ്റുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. ഇതിന്റെ രണ്ടിന്റെ ബേസിസിൽ നമുക്ക് ഇക്വേഷൻസിൽ ചെറിയൊരു ചേഞ്ച് വരും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇഫ് 2 ബോഡീസ് A and B are moving with the speed A kilometer per hour and B kilometer per hour respectively, then the relative speed of the 2 bodies എന്ന് പറയുന്നത് എന്താണ്? A plus B kilometer per hour. എപ്പോ? if they are moving in opposite direction, and A minus B kilometer per hour എങ്ങനെയാണെങ്കിൽ if they are moving in the same direction. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ A minus B എന്ന് എടുക്കണം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? A plus B എന്ന് എടുത്തിട്ട് വേണം പ്രോബ്ലംസ് ഫോർവേഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഫസ്റ്റത്തെ പ്രോബ്ലം നോക്കാം. അപ്പൊ ആദ്യത്തെ പ്രോബ്ലം ഇതാണ്: രേണു ട്രാവൽഡ് എ സർട്ടൺ ഡിസ്റ്റൻസ് ഇൻ 2 hours and 5 minutes. ഷീ ട്രാവൽഡ് ദിസ് ഡിസ്റ്റൻസ് പാർട്ട്ലി ബൈ കാർ ആൻഡ് പാർട്ട്ലി ബൈ ബസ്. ഓക്കെ, അപ്പോൾ ഇയാള് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തേക്കുന്നത് പാർട്ട്ലി ബൈ കാറും പാർട്ട്ലി ബൈ ബസ്സും ആണ്.
ദ സ്പീഡ് ഓഫ് ദ ബസ് എന്ന് പറയുന്നത് എത്രയാണ് 28 കിലോമീറ്റർ പെർ അവർ ആൻഡ് ദ സ്പീഡ് ഓഫ് ദ കാർ എന്ന് പറയുന്നത് 42 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, പിന്നെ അടുത്ത ലൈൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ഇസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബസ്. അപ്പൊ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാർട്ട്ലി ബൈ കാർ എന്നാണ്. ഈ പാർട്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എന്നല്ല മീനിങ്, ഒരു പാർട്ട് കവർ ചെയ്തു എന്നേ മീനിങ് ഉള്ളൂ. പക്ഷെ ഇവിടെ പറഞ്ഞു ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാറിനും ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബസ്സും ഈക്വൽ ആണെന്ന് പറഞ്ഞ കാരണം നമുക്ക് പാർട്ട്ലി എന്തെടുക്കാം, ഹാഫ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് ഷീ ട്രാവൽഡ്? അപ്പോൾ ഈ ആള് ട്രാവൽ ചെയ്തിട്ടുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് നമുക്കൊരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇതിന് നമുക്ക് ഡിസ്റ്റൻസ് ആണല്ലോ വേണ്ടത്. സോ ലെറ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡി. ഞാൻ ഡി എന്ന് എടുക്കുന്നു ഡിസ്റ്റൻസിനെ, ഡി. ഇനി നമ്മളെ ഇക്വേഷൻ എന്താണ്? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നാണ്. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഫസ്റ്റ് ട്രാവൽ ചെയ്ത ബസ്സിന്റെ സ്പീഡ് എത്രയാന്ന് നോക്കുക. ബസ്സിന്റെ സ്പീഡ് എത്രയാണ്? 28 കിലോമീറ്റർ പെർ അവർ ആണ്. സോ ബസ്സിൽ ട്രാവൽ ചെയ്ത ടൈം എത്രയാണെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ബസ്സിൽ ട്രാവൽ ചെയ്ത ടൈം എത്രയാണ്? ഡി ബൈ 28. ഡി ബൈ 28. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ബസ് ആൻഡ് കാർ എന്നാണ് പറഞ്ഞത്. അപ്പൊ ബസ്സിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും കാറിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും ആണ് നമ്മൾ എന്തെടുക്കുന്നത്? ഡി എന്നെടുക്കുന്നത്. ലാസ്റ്റ് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡിനെ നമുക്ക് 2D എന്ന് എടുക്കാം. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യാം? ഡി ബൈ 28 എന്ന് വരും. അടുത്ത പാർട്ട് എങ്ങനെ വരിക? സ്പീഡ് ഓഫ് ദ കാർ എന്ന് പറയുന്നത് 42 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കാറിൽ ട്രാവൽ ചെയ്ത ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി ബൈ 42. ഓക്കെ, ഈ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ടൈം ആണ് എന്താണ്? 2 hours 5 minutes. 2 hours 5 minutes. ഓക്കെ, സോ 2 hours 5 minute ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 28 എന്ന് പറയുന്ന വാല്യൂന്റെ യൂണിറ്റ് വരുന്നത് കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, 28 എന്ന് പറയുന്ന വാല്യൂന്റെ യൂണിറ്റ് വരുന്നത് കിലോമീറ്റർ പെർ അവർ ആണ്. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ യൂണിറ്റ് അവർ മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, മിനിറ്റ് വരാൻ പാടില്ല. സോ നമുക്ക് എന്ത് കൺവേർട്ട് ചെയ്യണം? ഈ ടൈമിനെ അവർ മാത്രമാക്കി മാറ്റേണ്ടി വരും. അവർ മാത്രമാക്കി മാറ്റുമ്പോൾ എങ്ങനെ വരും? 2 5/60. കാരണം മിനിറ്റിന് അവറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 5/60. ഈ 5നെയും 16നെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 12. കറക്റ്റ്. സോ 1 and 12. സോ ഇവിടെ എന്ത് വരും? 2 1/12 എന്ന് കിട്ടും. 2 1/12. So if we are converting this into improper fraction, what we will get? 25/12. 25/12. നമുക്കൊരു കാര്യം ചെയ്യാം. Instead of 2 hours 5 minutes, we can substitute 25/12. So here I am putting 25/, okay, 25/12. Now we can do normal simplification. So we can take the LCM of 12, 28 and 42. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 28 and 42ന്റെ മാത്രം LCM എടുത്തിട്ട് നമുക്ക് ഫോർവേഡ് ചെയ്യാം. സോ വാട്ട് ഈസ് ദ LCM of 28 and 42? 28ന്റെയും 42ന്റെയും LCM വരുന്നത് 84 ആണ്. സോ ഇവിടെ എന്ത് വരും? ഇവിടെ 3D എന്ന് വരും. ഇവിടെ എന്ത് വരും? 2D എന്ന് വരും. So 3D plus 2D is equal to 25/. Okay, so ഇവിടെ എന്ത് വരും? 5D/12 equal to 25/12. 25/12. ഇതൊന്ന് സോറി 5D/84. 5D/84 is equal to 25/12. So ഇതിൽ 12ഉം 84ഉം ക്യാൻസൽ ആയി പോകും 7 times, and this 5 and 25 will get cancelled, and here it is 5 times. So D is equal to 35 എന്ന് കിട്ടും. 35 യൂണിറ്റ് എന്താ വരിക? 35 കിലോമീറ്റർ എന്ന് കിട്ടും. പക്ഷെ നമുക്കിവിടെ അറിയാം, നമ്മൾ എടുത്തിട്ടുള്ളത് കാറിന്റെയും ബസ്സിന്റെയും സ്പീഡ് ഇൻഡിവിജ്വലി ആണ് ഡി എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്ര ആയിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് വിൽ ബി 35 into 2. So final answer will be 35 into 2 is equal to 70 kilometer. So total distance is equal to 70 kilometer. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരേ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ബിറ്റ്വീൻ ദ സ്പീഡ് ഓഫ് എ ബസ് ആൻഡ് എ ട്രെയിൻ ഈസ് 15:27 റെസ്പെക്റ്റീവ്ലി. ഓൾസോ എ കാർ കവേർഡ് എ ഡിസ്റ്റൻസ് ഓഫ് 720 കിലോമീറ്റർ in 9 hours. The speed of the bus is 3/4 of the speed of the car. How much distance will the train cover in 7 hours? അപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടേണ്ടത് ട്രെയിൻ 7 hours കൊണ്ട് ട്രാവൽ ചെയ്യുന്നത് എത്ര ഡിസ്റ്റൻസ് ആണെന്നാണ്. സോ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങാം. എന്തൊക്കെയാണോ ഗിവൺ ടേംസ് ഉള്ളത് അവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ, എന്തൊക്കെ ഗിവൺ ടേംസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഏറ്റവും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടെ ഒരു സ്പീഡ് വാല്യൂ കാണാൻ പറ്റും, ദാറ്റ് ഈസ് കാർ സ്പീഡ്. ഓക്കെ, സോ കാറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? 720 കിലോമീറ്റർ ഇൻ 9 hours. സോ 720 ഡിവൈഡഡ് ബൈ 9. സോ ദിസ് ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? 80 കിലോമീറ്റർ പെർ അവർ. 80 കിലോമീറ്റർ പെർ അവർ. നെക്സ്റ്റ്, the speed of the bus in the value. So bus is equal to 3/4 of the speed of the car. Okay, so 3/4 into 80. 3/4 into 80. So this is equal to 3 into, ഇവിടെ 4ഉം 80യും കൂടെ ക്യാൻസൽ ആയി പോവും. സോ ദിസ് ഈസ് 20 ടൈംസ്. സോ 3 into 20, ആൻസർ എന്ത് കിട്ടും? 60 കിലോമീറ്റർ പെർ അവർ. സോ ബസ്സിന്റെ സ്പീഡ് നമുക്ക് എത്ര കിട്ടും? 60 കിലോമീറ്റർ പെർ അവർ. നെക്സ്റ്റ്, നമുക്കിവിടെ അടുത്ത ഒരു ഡീറ്റെയിൽ തന്നിട്ടുള്ളത് ബസ്സിന്റെയും ട്രെയിനിന്റെയും സ്പീഡിന്റെ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ബസ് ആൻഡ് ട്രെയിൻ ഈസ്, സോ ഞാനിങ്ങനെ എഴുതുന്നുണ്ട്, B/T ഈസ് ഈക്വൽ ടു 15/27. 15/27. ഇതില് സ്പീഡ് ഓഫ് ബസ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് ഹൗ മച്ച്? 60. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് നമുക്ക് സ്പീഡ് ഓഫ് ട്രെയിൻ കിട്ടണം. സോ സ്പീഡ് ഓഫ് ട്രെയിൻ കിട്ടണമെങ്കിൽ നിങ്ങൾ നോക്കുക, ഈ 15 എന്ന് പറയുന്ന നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് 16. ഓക്കെ, ഈ 15നെ 60 ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു 4 ചെയ്യാം. ഓക്കെ, അപ്പൊ അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു 4 ചെയ്യാം. സോ നിങ്ങൾക്ക് എന്ത് കിട്ടും? 27 into 4 എന്ന് കിട്ടും. വാട്ട് ഈസ് 27 into 4? 27 into 4 ഈസ് 108. ഓക്കെ, 108. സോ സ്പീഡ് ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത് എത്ര വാല്യൂ കിട്ടുക? സ്പീഡ് ഓഫ് ട്രെയിൻ ഈസ് ഈക്വൽ ടു 108 കിലോമീറ്റർ പെർ അവർ. സ്പീഡ് ഓഫ് ട്രെയിൻ ഈസ് ഈക്വൽ ടു 108 കിലോമീറ്റർ പെർ അവർ. ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് ഡിസ്റ്റൻസ് വിൽ ദ ട്രെയിൻ കവർ ഇൻ 7 hours? അപ്പോൾ ഈ ട്രെയിൻ തന്നെ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. സോ വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സോ സ്പീഡിന്റെ വാല്യൂ എന്താണ്? 108 ഇൻറ്റു ടൈമിന്റെ വാല്യൂ എന്താണ്? 7. സോ 108 into 7, ആൻസർ എന്ത് കിട്ടും? 756 കിലോമീറ്റർ. ഡിസ്റ്റൻസ് വാല്യൂ 756 കിലോമീറ്റർ. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.